അപ്പോൾ നമുക്ക് ജാവയുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ജാവയുടെ ഇൻട്രൊഡക്ഷൻ, ടോക്കൺസ്, അതുപോലെ ഡേറ്റ ടൈപ്സിനെ കുറിച്ചൊക്കെയാണ് കണ്ടത്. ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. C++ പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ജാവ അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും പഠിക്കാൻ. അപ്പോൾ ഈ സെയിം ചാനലിലെ ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട്. അതിൽ ഓപ്പറേറ്റേഴ്സ് എന്ന സെക്ഷൻസ് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ആ സെയിം ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ജാവയിലും ഉള്ളത്. അതിൽ ഒരു ഓപ്പറേറ്ററിന് 1-2 ഓപ്പറേറ്റേഴ്സ് മാത്രമേ C++ൽ നിന്നും ജാവയിൽ വ്യത്യാസമായിട്ടുള്ളൂ. ഇതിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിങ്ങിലെ ഓപ്പറേറ്റേഴ്സ് എന്ന സെക്ഷനിലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ കാണാത്തവർ അത് കാണുക. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾസ് ആൻഡ് വാല്യൂസ്. ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മാത്സിലെ 12+3 എന്ന് എഴുതുന്നു. അതിൽ 12ഉം 3യും കൂടെ പ്ലസ് എന്ന സിമ്പിളുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? 12 and 3 ഈ ബോത്ത് നമ്പേഴ്സിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യണം? അഡിഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ വേരിയബിൾസിലോ അല്ലെങ്കിൽ വാല്യൂസിലോ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു ഐഡിയ തരുന്ന ഒരു സിമ്പൽ, അങ്ങനെയുള്ള ഒരു സിമ്പലിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജാവയിലും ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ഐഡിയ തന്നെയാണ്. വാല്യൂ അല്ലെങ്കിൽ വേരിയബിൾസിൽ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ തരുന്ന സിമ്പൽസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജാവയിൽ ബേസിക്കലി 6 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റർ. കമ്പാരിസൺ ഓപ്പറേറ്ററിനെ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയാം. ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആൻഡ് ഫൈനലി മിസ്ക് ഓപ്പറേറ്റർ. മീൻസ് മിസലേനിയസ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഇത്രയും പറഞ്ഞ ഈ 5 കാറ്റഗറിയിൽ വരാത്ത ഓപ്പറേറ്റേഴ്സിനെയാണ് മിസലേനിയസ് ഓപ്പറേറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഇട്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ മീൻസ് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്ന സിമ്പൽസിനെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ മാത്തമാറ്റിക്സിലെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ സെയിം സിമ്പൽസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്തുണ്ട്. പ്ലസ്, മൈനസ്, ഇൻറ്റു എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാറിൻ്റെ രീതിയിലാണ് ഇടുന്നത്. നിങ്ങൾ കീബോർഡ് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു ഷേപ്പാണുള്ള. ഇൻറ്റു നമ്മൾ സാധാരണ ക്രോസ് സിമ്പൽ അല്ല, പക്ഷെ ക്രോസിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ തരും. ദെൻ ഡിവിഷന് ശേഷം എഴുതിയിരിക്കുന്നത് പെർസെൻറ്റേജ് സിമ്പലാണ്. പക്ഷെ അത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനല്ല യൂസ് ചെയ്യുന്നത്. പകരം മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് അതിൻ്റെ പേര്. മോഡുലസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് റിമൈൻഡർ ഓഫ് 2 നമ്പേഴ്സ്. അതായത് നമ്മൾ സാധാരണ ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? 2 നമ്പേഴ്സിൻ്റെ ഡിവൈഡ് ചെയ്തിട്ടുള്ള കോഷ്യൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 12/2 എന്ന് പറയുമ്പോൾ കോഷ്യൻ്റ് അല്ലെങ്കിൽ ആൻസർ എന്തായിരിക്കും? 6. അപ്പോൾ 6 എന്നുള്ള ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതേസമയം 12/2 ചെയ്യുമ്പോൾ നമുക്കൊരു റിമൈൻഡർ കിട്ടും. എന്തായിരിക്കും റിമൈൻഡർ? 0 ആയിരിക്കും. ആ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ മീൻസ് പെർസെൻറ്റേജ് സിമ്പലാണ്. ദെൻ 2 പ്ലസ് ഒരുമിച്ചിടുന്നത് അതിനെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ 2 മൈനസ് ഒരുമിച്ചിട്ടിരിക്കുന്നതിനെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. എല്ലാത്തിനും ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ദെൻ സെക്കൻഡ് വൺ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ ഫസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാം. അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അഡിഷൻ്റെ ഓടൊപ്പം, അതായത് പ്ലസ് സിമ്പലിനോടൊപ്പം അസൈൻമെൻറ്റ് ചെയ്യുന്നത്, മൈനസ് അസൈൻമെൻറ്റ്, ഇൻറ്റു അസൈൻമെൻറ്റ്, ഡിവിഷൻ അസൈൻമെൻറ്റ്, മോഡുലസ് അസൈൻമെൻറ്റ്. നെക്സ്റ്റ് ഒരു ആംബസാൻഡ് സിമ്പിൾ ഇട്ടിട്ട് അസൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ആംബസാൻഡ് സിമ്പിളിൽ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നതാണ്. ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ. അപ്പോൾ ബിറ്റ് വൈസ് ആൻഡ് അസൈൻമെൻറ്റ്, ദെൻ ബിറ്റ് വൈസ് ഓർ അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഓർ അസൈൻമെൻറ്റ്, അതുപോലെ ലെഫ്റ്റ് ഷിഫ്റ്റ് അസൈൻമെൻറ്റ്, റൈറ്റ് ഷിഫ്റ്റ് അസൈൻമെൻറ്റ്. ആക്ച്വലി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അരിത്തമെറ്റിക്കിലും അതുപോലെ ലോജിക്കലിലും ബിറ്റ് വൈസിലും ഒക്കെ പഠിക്കുന്ന ഓപ്പറേറ്ററിനോടൊപ്പം അസൈൻമെൻറ്റ് സിമ്പിളായ ഈക്വലും കൂടെ ചേർന്ന് വരുന്നതാണ്. ദെൻ കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. കമ്പാരിസൺ മീൻസ് 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 വാല്യൂസോ വേരിയബിളിനെയൊക്കെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 12, 3 എന്നുള്ള 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ 12 > 3 അല്ലെങ്കിൽ 12 എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യത്തില്ല. ഈസ് 12 > 3 അല്ലെങ്കിൽ ഈസ് 12 <3.
12 ഈക്വൽ ടു 3 അങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതിനുള്ള ജാവയിലുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയാം, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് കമ്പാരിസൺ ഓപ്പറേറ്ററിൽ വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയാം. ദെൻ ലോജിക്കൽ ഓപ്പറേറ്ററിൽ 3 ഉള്ളത്. ലോജിക്കൽ ആൻഡ് 2 ആംപർസാൻഡ് സിമ്പിൾ ഉപയോഗിക്കും. ദെൻ ലോജിക്കൽ ഓർ എന്ന് പറയുമ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ് അതിൻ്റെ സിമ്പിൾ. ദെൻ ലോജിക്കൽ നോട്ട്. അടുത്തത് ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസിന് തന്നെ കോംപ്ലിമെൻറ്റ്, അതുപോലെ എക്സ്ക്ലൂസീവ് ഓർ, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ടു ഫിൽ 0 അത്രയാണ് ബിറ്റ് വൈസിനുള്ളിൽ വരുന്നത്. അതിനുശേഷം മിസ്ക് ഓപ്പറേറ്റേഴ്സ് ആണ്, അഥവാ മിസലേനിയസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ബേസിക്കലി ജാവയിൽ 2 ടൈപ്പ് മിസലേനിയസ് ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നത്. കണ്ടീഷണൽ ഓപ്പറേറ്ററും ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്ററും. അതിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ C++ പഠിച്ചവർക്ക് അറിയാം, ഒരു ടെനറി ഓപ്പറേറ്റർ ആണ്. ആ സെയിം രീതി തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. എല്ലാം അതുപോലെ തന്നെയാണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളനും, അതാണ് അതിൻ്റെ സിമ്പിൾ. ദെൻ ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് C++ ഇല്ലാത്ത ജാവയിൽ മാത്രമുള്ള ഒരു ഓപ്പറേറ്റർ ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ജാവയിലെ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ എക്സാമ്പിൾ നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ പഠിച്ചത് അഡിഷൻ, അതുപോലെ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓപ്പറേറ്റർ, മോഡുലസ്, റിമൈൻഡർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും, പ്ലസ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, അതുപോലെ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓരോന്നിന്റെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ അഡിഷൻ ഓപ്പറേറ്റർ. നമ്മൾ നോർമൽ പ്ലസ് സിമ്പൽ ആണ്. 5 + 2 എന്ന് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? 5ഉം 2ഉം കൂടെ ആഡ് ചെയ്യും. 5 + 2 എന്താണ്? 7. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ദെൻ 5 - 2, 5ഉം 2ഉം മൈനസ് ചെയ്യുക. 5ഉം 2 പോലെ നോർമൽ അഡിഷൻ, നോർമൽ സബ്ട്രാക്ഷൻ തന്നെയാണ് 3 ആൻസർ. ദെൻ 5 × 2, 5ഉം 2ഉം കൂടെ ഇൻഡ്യൂ ചെയ്യുക. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ആണ് ഇത്. സോ നമുക്ക് ആൻസർ 10 കിട്ടും. ദെൻ 5 / 2, 5 / 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ നോർമൽ ഡിവിഷൻ എന്താണ് ചെയ്യുന്നത്? 5 / ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ 2 ഓപ്പറേറ്ററും സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കാണിക്കാം. 5 / 2 നമ്മൾ സാധാരണ 5നെ 2 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും? 2ന്റെ ടേബിളിൽ 5 ഇല്ല, 4 ഉണ്ട്. 4 എത്ര ടൈംസ് ആണുള്ളത്? 2 ടൈംസ് ആണുള്ളത്. ദെൻ 5 - 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും, ഇല്ലേ? എന്ന് പറയുന്നത് നമ്മുടെ റിമൈൻഡർ ആയിരിക്കും. റിമൈൻഡർ പോർഷൻ. അപ്പൊ റിമൈൻഡർ എന്താണോ 5 / 2 ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഓപ്പറേറ്റർ. കോഷ്യന്റ് കണ്ടുപിടിക്കാനാണ് ഇത് യൂസ് ചെയ്തത്. അപ്പൊ കോഷ്യന്റ് നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ദെൻ അവിടെ ഒരു റിമൈൻഡർ നമുക്കില്ലേ 1 എന്നുള്ളത്. അപ്പൊ 5 mod 2 അല്ലെങ്കിൽ 5 മോഡുലസ് ഓപ്പറേറ്റർ 2 ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 5 / 2 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 1. സോ ഇവിടുത്തെ ആൻസർ 1 ആയിരിക്കും. ദെൻ 5++++ എന്ന ഓപ്പറേറ്റർ. പ്ലസ് എന്ന് വന്നാൽ 2 പ്ലസ് സിമ്പിൾ ഒരുമിച്ചിട്ട് അത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിൽ ഇപ്പോൾ എന്താണോ ആ വേരിയബിൾ ഇരിക്കുന്ന വാല്യൂ അതിനോടൊപ്പം 1 ആഡ് ചെയ്യുന്നു. 1 മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2, 3 അങ്ങനെ ഒരു നമ്പർ പറ്റത്തില്ല. 1 മാത്രം. സോ 5++ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5ന്റെ വാല്യൂ പ്ലസ് ഒരു വാല്യൂ കൂട്ടും. സോ ഇത് ആക്ച്വലി ഈ ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം 5 + 1. ഇത് രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. 5++ എന്ന് ചെയ്യുന്നതും 5 + 1 എന്ന് ചെയ്യുന്നതും ഒരേ മീനിങ് ആണ്. 1 മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 5 + 1 എന്താണ്? 6. സോ 5 + 1 എന്താണ്? 6. അതാണ് 5++ന്റെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ ++5 ആ പ്ലസ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ വേരിയബിളിന്റെ മുന്നിൽ വേണമെങ്കിലും വരാം. ++5 ചെയ്താലും സെയിം മീനിങ് ആണ്. 5 + 1. സോ ആൻസർ 6 ആയിരിക്കും. Then 5 - means decrement operator ആണ്. Decrement the value of the variable or variable by 1. ഒരു വാല്യൂ കുറയ്ക്കുന്നു. സോ 5 - എന്ന് പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ അർത്ഥം എന്ന് പറയുന്നത് 5 - 1 ആണ്. 5 - 1 എത്ര? 4. അത് തന്നെയാണ് നെക്സ്റ്റ് ഇതിലും വരുന്നത്. ഇവിടെ നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ പഠിച്ചത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഈക്വൽ ടു സിമ്പൽ ആണ്. അതിന്റെ യൂസ് എന്ന് പറയുന്നത് ഒരു വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാനാണ്. ഇപ്പൊ A = 3 എന്ന് പറഞ്ഞാൽ A എന്ന വേരിയബിളിൽ 3 എന്ന വാല്യൂ അസൈൻ ചെയ്തു എന്നാണ് അർത്ഥം. വാല്യൂ മാത്രമല്ല ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള റിസൾട്ടും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു എക്സാമ്പിൾ. A = B + C. അപ്പൊ ഇവിടെ ബിയും സിയും ആഡ് ചെയ്തിട്ട് ആ ആൻസർ എയിലോട്ട് സ്റ്റോർ ചെയ്യും. ആഡ് മാത്രമല്ല സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ അസൈൻമെന്റിന് തന്നെ കുറച്ച് എക്സ്ട്രാ ഉള്ളതാണ്. അഡിഷനോടൊപ്പം പ്ലസ് സിമ്പലിനോടൊപ്പം അസൈൻമെന്റ്, ദെൻ മൈനസ് അസൈൻമെന്റ്, ഇൻറ്റു അസൈൻമെന്റ്, ഡിവിഷൻ അസൈൻമെന്റ്, മോഡുലസ് അസൈൻമെന്റ് ഒക്കെ വരുന്നത്. ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ ഓരോ ഓപ്പറേറ്ററിന്റെയും എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് A + 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം A = A + 3 എന്നാണ്. ഇങ്ങനെ എഴുതുന്നതിന്റെ ഇക്വലന്റ് ആണ് ഇത്. ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ.
എ മൈനസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ മൈനസ് 3. എ ഇൻറ്റു ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ ഇൻറ്റു 3. ദെൻ എ ഡിവൈഡ് ഈക്വൽ ടു 3 is equivalent to a equal to a divided by 3. Similarly, a modulus equal to 3 is equivalent to a equal to a modulus 3. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അസൈൻമെന്റ് ഓപ്പറേറ്റർ. കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയാം. ഓൾറെഡി പറഞ്ഞതുപോലെ രണ്ട് വേരിയബിൾസോ അല്ലെങ്കിൽ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസിനെയോ അതും അല്ലെങ്കിൽ ജനറലി നമുക്ക് വാല്യൂസിനെയോ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പഠിച്ചത് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഈക്വൽ ടു സിമ്പിൾ, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത്രയാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്ററിൽ നോക്കിയത്. ഓരോന്നിന്റെ എക്സാമ്പിൾ നോക്കാം. എ ലെസ് ദാൻ ബി. ഇപ്പൊ എയിൽ ഒരു വാല്യൂ കാണും, ബിയിൽ ഒരു വാല്യൂ കാണും. ആ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എ ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ എ ഈസ് ലെസ് ദാൻ ബി, വെദർ എ ഈസ് ലെസ് ദാൻ ബി, എയിലെ വാല്യൂ അല്ലെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബി എന്ന വാല്യൂവിനെ കാട്ടി ചെറുതാണോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ എന്ന വേരിയബിളിൽ നമ്മൾ എ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 5 ആണെന്ന് കൺസിഡർ ചെയ്യുക. ബി എന്ന വേരിയബിളിൽ 3 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ 5 ലെസ് ദാൻ ബി. 5 എപ്പോഴെങ്കിലും 3യെ കാട്ടി ചെറുതാവുമോ? ഇല്ല. 5 ലെസ് ദാൻ 3 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, ശരിയാണോ? വെദർ 5 ഈസ് ലെസ് ദാൻ 3, ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, കറക്റ്റ് അല്ല, തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. 5 ഒരിക്കലും 3യെ കാട്ടി ചെറുതാവത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പാരിസൺ ഓപ്പറേറ്ററിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ കറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ റോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടാണ്, അതായത് ആ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെന്നാണ് വരുന്നത്. രണ്ട് വേരിയബിൾസിനെ നമ്മൾ റിലേഷൻ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുന്ന ആൻസർ കറക്റ്റ് ആയാൽ ട്രൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ല, ആൻസർ റോങ് ആണെങ്കിൽ ഫോൾസ് എന്നാണ് അർത്ഥം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ട്രൂ എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള ബൈനറി നമ്പർ വെച്ചിട്ടും ഫോൾസ് എന്ന് പറയുന്നതിനെ 0 എന്ന ബൈനറി നമ്പർ വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററിന്റെ ആൻസർ വിൽ ബി ഐദർ 1 or 0. 1 occurs if the comparison is true and 0 will be the output if the comparison is wrong or false. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ഈക്വൽ ബി. അതിൽ ചെക്ക് ചെയ്യുന്നത് എയുടെ വാല്യൂ ബിയുടെ വാല്യൂ സെയിം ആണോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ 5 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 5 ഈക്വൽ ടു ബി, അത് കറക്റ്റ് ആണല്ലോ. എയും ബിയും വാല്യൂ സെയിം ആണല്ലോ. സോ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആയതുകൊണ്ട് ട്രൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും അടുത്ത ആൻസർ. ഇനി എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 5 ആണെങ്കിൽ രണ്ടും ഈക്വൽ അല്ല. സോ അതിന്റെ ആൻസർ 0 ആയിരിക്കും, ഫോൾസ് ആയതുകൊണ്ട്. ദെൻ എ നോട്ട് ഈക്വൽ ടു ബി, എയുടെയും ബിയുടെയും വാല്യൂ നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. നോട്ട് ഈക്വൽ ആണെങ്കിൽ കറക്റ്റ് ട്രൂ 1 ആയിരിക്കും ആൻസർ. നോട്ട് ഈക്വൽ അല്ല, അതായത് ഈക്വൽ ആണെങ്കിൽ ഫോൾസ് 0 ആയിരിക്കും ആൻസർ. ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ വരുന്നത്. നെക്സ്റ്റ് വൺ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ലോജിക്കൽ ഓപ്പറേറ്റർ ഇൻ ജാവയിലും C++ലും 3 എണ്ണമാണ് വരുന്നത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഓരോന്നിനും സിമ്പിൾസ് ഉണ്ട്. ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ 2 ആംബസാൻഡ് സിമ്പിൾ ആയിരിക്കും. അതിനെ പറയുന്നത് ആംബസാൻഡ് സിമ്പിൾ എന്നാണ്. അപ്പോൾ 2 ആംബസാൻഡ് സിമ്പിൾ ഒരുമിച്ച് എഴുതിയാൽ ലോജിക്കൽ ആൻഡ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു എക്സ്പ്രഷന്റെ അർത്ഥം എ ലോജിക്കൽ ആൻഡ് ബി എന്നാണ് ഇതിനെ വായിക്കേണ്ടത്. ദെൻ ലോജിക്കൽ ഓർ, എ ലോജിക്കൽ ഓർ ബി. ലോജിക്കൽ നോട്ട് ആണെങ്കിൽ നോട്ട്, അപ്പൊ നോട്ട് എ. ഇനി എ ലോജിക്കൽ ആൻഡും ഓറും ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. കാരണം നമുക്ക് കാണാൻ തന്നെ അറിയാം 2 വേരിയബിൾസ് ആണ് ഉള്ളത്. ലോജിക്കൽ നോട്ടിന് ഒരു വേരിയബിൾ എടുത്തുള്ളൂ, നോട്ട് എ, നോട്ട് ബി, നോട്ട് സി എന്നൊക്കെ ഉള്ളത്. അതിന് ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നതും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ലോജിക്കൽ ഡിസിഷൻസ് എടുക്കാനാണ്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ട്രൂന് 1ഉം ഫോൾസിന് 0 റെപ്രസെന്റ് ചെയ്യും. ഓൾറെഡി പറഞ്ഞതുപോലെ ലോജിക്കൽ ഓപ്പറേറ്ററിനും കമ്പാരിസൺ ഓപ്പറേറ്റർ പോലെ തന്നെ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും ആൻസർ. ഇനി ആൻഡ് ഓർ നോട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ്. ആൻഡിലും ഓറിലും നോട്ടിലും ചെയ്യുന്ന ഓപ്പറേഷൻസ് കുറച്ചുണ്ട്. ആ ഒരു ഓപ്പറേഷൻ അനുസരിച്ചായിരിക്കും ഇതിന്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. നെക്സ്റ്റ് വൺ ജാവയുടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ ബിറ്റ് വൈസ് ആൻഡ് ഓർ, എക്സോർ, കോംപ്ലിമെന്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, സീറോ ഫിൽ റൈറ്റ് ഷിഫ്റ്റ് ഇത്രയാണ് വരുന്നത്. ഓരോന്നിനും കറസ്പോണ്ടിങ് സിമ്പിൾസ് ഉണ്ട്. ബിറ്റ് വൈസ് ആൻഡ് ആണെങ്കിൽ ഒരു ആംബസാൻഡ് സിമ്പിൾ മാത്രം യൂസ് ചെയ്യുക. ബിറ്റ് വൈസ് ഓർ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ, മീൻസ് അങ്ങനെ ഒരു ഓപ്പറേറ്റർ നമ്മുടെ കീബോർഡിലുണ്ട്, ഓറിൻ്റെ ഓപ്പറേറ്റർ ആണ്. ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ തമ്മിലുള്ള വ്യത്യാസം, ലോജിക്കൽ ആൻഡിൽ 2 ആംബസാൻഡ് ഉപയോഗിക്കും. ലോജിക്കൽ ഓറിലും ആ ഒരു
സിമ്പൽ രണ്ടെണ്ണം ഉപയോഗിക്കും. പക്ഷെ ബിറ്റ് വൈസിലാണെങ്കിൽ ഒരു ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ബിറ്റ് വൈസ് എക്സോർ, ബിറ്റ് വൈസ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 0യുടെ കോംപ്ലിമെന്റ് 1 ആയിരിക്കും, 1ന്റെ കോംപ്ലിമെന്റ് 0 ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് ബിറ്റ്സിനെ ഷിഫ്റ്റ് ചെയ്യുക. റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ബിറ്റിനെ ഷിഫ്റ്റ് ചെയ്യും. 0 ഫിൽ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 0 അവിടെ ഫില്ല് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്ററിനൊക്കെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയാൻ കാരണം ബിറ്റിലായിരിക്കും ഈ ഒരു, അല്ലെങ്കിൽ ബൈനറി നമ്പേഴ്സിലായിരിക്കും ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നോർമൽ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റർ ആണ്. പക്ഷേ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ നമ്മുടെ ഡെസിമൽ നമ്പർ, ഫോർ എക്സാമ്പിൾ 12 ലോജിക്കൽ ആൻഡ് 3 എന്ന് നമുക്ക് ചെയ്യാം. പക്ഷേ 12 ബിറ്റ് വൈസ് ആൻഡ് 3 നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ 12ഉം 3ഉം നമ്മൾ ബൈനറി നമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, ബൈനറി നമ്പേഴ്സിലെ ഓരോ ബിറ്റും കൺസിഡർ ചെയ്തുകൊണ്ട് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബിറ്റ് വൈസ് ആയിട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ടാണ് ഇതിന് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പേരുള്ളത്. ഇനി ഈ ഓരോ ഓപ്പറേറ്ററിൻ്റെയും എക്സാമ്പിൾ സെയിം ചാനലിലെ ഇൻട്രൊഡക്ഷൻ ഓഫ് സി പ്രോഗ്രാമിംഗ് എന്ന ഒരു സെക്ഷനിൽ ഓപ്പറേറ്റർ എന്ന വീഡിയോയ്ക്കുള്ളിൽ എക്സാമ്പിൾ ഉള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. സോ ഇവിടെ ഞാനിപ്പോൾ ഒന്നേന്ന് ഇനി എക്സാമ്പിൾസ് വെച്ചിട്ട് പറയുന്നില്ല. നിങ്ങൾ സി പ്രോഗ്രാമിങ്ങിലെ ഓപ്പറേറ്റർ എന്നുള്ള വീഡിയോ കണ്ടാൽ മതി. നെക്സ്റ്റ് വൺ മിസ്ക് ഓപ്പറേറ്റേഴ്സ് ആണ്. ജാവയുടെ 6th ഓപ്പറേറ്റർ മിസലേനിയസ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. 2 ടൈപ്പാണ് അതിൽ നമ്മൾ നോക്കിയത്, കണ്ടീഷണൽ ഓപ്പറേറ്ററും ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്ററും. കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ സിമ്പല് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കോളൻ സിമ്പലുമാണ്. അതിന്റെ സിൻടാക്സ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഒരു കണ്ടീഷൻ നമ്മൾ എഴുതുന്നു, അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്ത് ലൈൻ ഓഫ് കോഡ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് സ്റ്റേറ്റ്മെന്റ് 1 എന്ന ഈ സെക്ഷനിൽ എഴുതുക. കോളൻ, ഈ കോളൻ സിമ്പിൾ അതുപോലെ അവിടെ ഇട്ടു. ദെൻ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് സ്റ്റേറ്റ്മെന്റ് 2 എന്ന സെക്ഷനിൽ എഴുതുക. ഫൈനലി സെമി കോളൻ എഴുതുക. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾസിന് വേണ്ടിയിട്ടാണ്. ദിസ് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾസ്. ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ദിസ് ഓപ്പറേറ്റർ ആക്ച്വലി ചെക്സ് വെദർ ദ ഒബ്ജക്റ്റ് ഈസ് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് റെഫർ ചെയ്തിരിക്കുന്ന വേരിയബിൾ അതൊരു ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു, ആ ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ടൈപ്പിലുള്ളതാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഡേറ്റ ടൈപ്പാണ്. ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ അതൊക്കെ നമ്മൾ പഠിച്ചു. അതിലേതെങ്കിലും ഒരു ടൈലിംഗ്, സ്ട്രിങ്, അറേ, അങ്ങനെ ഈ ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പിൽ വരുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ എഴുതുക, അതിനുശേഷം ഇൻസ്റ്റൻസ് ഓഫ് എന്നത് അതൊരു കീവേഡ് ആണ് ആക്ച്വലി. ഇൻസ്റ്റൻസ് ഓഫ്, അത് സ്പേസ് ഒന്നും വിടാതെ ഇൻസ്റ്റൻസ് ഓഫ് എന്നുള്ള കീവേഡ് എഴുതുക. ദെൻ അതിനുശേഷം ക്ലാസ് അല്ലെങ്കിൽ ഇന്റർഫേസ് ടൈപ്പ് ഏതാണോ അത് എഴുതുക. അതായത് ഡേറ്റ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാനൊരു ജാവ പ്രോഗ്രാം എഴുതി അതിനുള്ളിൽ എനിക്ക് നെയിം എന്നൊരു വേരിയബിൾ ഉണ്ട്. നെയിം എന്ന വേരിയബിൾ ഞാൻ സ്ട്രിങ് യൂസ് ചെയ്താണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഞാൻ നെയിമിനുള്ളിൽ എന്തെങ്കിലും ഒരു വേർഡ്, സ്കൂൾ എന്നോ എന്തെങ്കിലും ഒരു വേർഡ് കൊടുത്തു. അതിനുശേഷം എനിക്ക് ആ നെയിം എന്നുള്ള വേരിയബിൾ സ്ട്രിങ് ടൈപ്പിലുള്ളതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേരിയബിളിന്റെ പേര് എന്താണ്? നെയിം. സോ ഒബ്ജക്ട് റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത് നെയിം ആണ്. ഞാൻ പറയുന്ന പർട്ടിക്കുലർ എക്സാമ്പിൾ നെയിം. അതിനുശേഷം എന്ത് എഴുതുക? ഇൻസ്റ്റൻസ് ഓഫ് കീവേഡ് അതുപോലെ എഴുതുക. ഇൻസ്റ്റൻസ് ഓഫ് എന്ന കീവേഡ് എഴുതി. ദെൻ ക്ലാസ് ടൈപ്പ് എന്താണ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? സ്ട്രിങ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് എനിക്ക്. സോ എന്ത് ചെയ്തു? ഞാൻ സ്ട്രിങ് എന്ന് എഴുതി. അപ്പോൾ നെയിം എന്ന വേരിയബിൾ ഞാൻ ജാവ പ്രോഗ്രാമിംഗിൽ ഉപയോഗിച്ച് നെയിം എന്ന വേരിയബിൾ സ്ട്രിങ് എന്ന ഇൻസ്റ്റൻസിൽ പെട്ടതാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടും. ചെക്ക് ചെയ്ത ആൻസർ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേരിയബിൾ എടുത്തിട്ട് ആ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജാവയുടെ ഡിഫറെന്റ് 6 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് നോക്കിയത്. ഇതിൽ ചിലതിൻ്റെ ഒന്നും എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിംഗിലെ ഓപ്പറേറ്റർ എന്ന വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ സെയിം ഓപ്പറേറ്റേഴ്സ് ആണ്. സോ അതിന്റെ എല്ലാത്തിന്റെയും പ്രോബ്ലം വെച്ചിട്ടുള്ള എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് റെഫർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.